ഭൂതത്താൻ്റെ ഉദ്യാനം. ഓസ്കാർ വൈൽഡിൻ്റെ ലോകപ്രശസ്ത കഥയായിട്ടുള്ള ദ മോൺസ്റ്റേഴ്സ് ഗാർഡൻ്റെ മലയാള പുനരാവിഷ്കാരമാണ് ഭൂതത്താൻ്റെ ഉദ്യാനം. റീടോൾഡ് ബൈ വിനോദ് നാരായണൻ, നറേറ്റഡ് ബൈ വിനോദ് നാരായണൻ. ബുക്ക് പബ്ലിഷ്ഡ് ബൈ നൈന ബുക്സ്. ഓസ്കാർ വൈൽഡിൻ്റെ ലോകപ്രശസ്ത കഥയായ ദ മോൺസ്റ്റേഴ്സ് ഗാർഡൻ്റെ മലയാള പുനരാവിഷ്കാരമാണ് ഭൂതത്താൻ്റെ ഉദ്യാനം. ഈ പുസ്തകം രചിച്ചത് വിനോദ് നാരായണനാണ്. നറേറ്റ് ചെയ്യുന്നതും വിനോദ് നാരായണൻ. ഭൂതത്താൻ്റെ ഉദ്യാനം കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകുമല്ലോ. ഭൂതത്താൻ്റെ ഉദ്യാനത്തിൽ കുറച്ച് കൂട്ടുകാർ കളിക്കാൻ പോയപ്പോഴുണ്ടായ രസകരമായ കഥയാണ് ഈ പുസ്തകത്തിൽ. തെരുവിൻ്റെ ഓരത്ത് ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. ഒരു ഭൂതത്തിൻ്റെ സ്വന്തം ഉദ്യാനമായിരുന്നു അത്. ഭൂതത്തെ പേടിച്ച് ആരും അവിടേക്ക് കടക്കുക പോലുമില്ലായിരുന്നു. പച്ച പുൽത്തകിടിയുള്ള മനോഹരമായ ആ ഉദ്യാനത്തിൽ നിറയെ പൂച്ചെടികളുള്ളത് കൂടാതെ 12 പീച്ചുമരങ്ങളുണ്ടായിരുന്നു. വസന്തത്തിൽ അവയിൽ ചുവപ്പും വെളുപ്പും നിറമുള്ള പുഷ്പങ്ങളുണ്ടായി. ശരത്കാലത്ത് പഴുത്ത പഴങ്ങളാൽ അവ നിറഞ്ഞു. പലതരം പാട്ടുകാരായ പക്ഷികൾ അവിടെ വന്നിട്ട് മനോഹരമായി ഉറക്കപ്പാടുമായിരുന്നു. ഒരു നാൾ ഭൂതം ഒരു യാത്ര പോയി. തൻ്റെ കൂട്ടുകാരനെ കാണാനായിരുന്നു ആ യാത്ര. നരഭോജിയായ കോർണിഷ് എന്ന സുഹൃത്തിനോട് തൻ്റെ ആവലാതികൾ പറഞ്ഞു തീർക്കാൻ ഭൂതത്തിന് 7 വർഷം വേണ്ടി വന്നു. ഒരു മിതഭാഷിയായിരുന്നു ഭൂതം. മിതഭാഷികൾ പതിയെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതിനാലാണ് ഭൂതത്തിന് 7 വർഷം വേണ്ടി വന്നത് തൻ്റെ കഥ പറഞ്ഞു തീർക്കാൻ. പക്ഷേ ഭൂതം യാത്ര പോയ അവസരത്തിൽ Sample complete. Ready to continue?